മലപ്പുറം മഞ്ചേരിയിലെ ഗ്രീൻ വാലി അടക്കം നിരവധി സ്ഥാപനങ്ങൾ കണ്ടുകിട്ടിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇഡിയുടെ വാർത്താക്കുറിപ്പ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരിയിലെ ഗ്രീൻ വാലി അക്കാദമിയിലാണ്. അതായത് ഇഡി കണ്ടുകിട്ടിയെന്ന് വാർത്താക്കുറിപ്പിൽ പറഞ്ഞ സ്ഥലത്ത്. ഇവിടുത്തെ കോളേജിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ള മാനേജറായിട്ടുള്ള PV മുജീബ് റഹ്മാനാണ് എന്നോടൊപ്പം ചേരുന്നത്. പക്ഷേ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്? ഇഡിയുടെ ഈ വാർത്താക്കുറിപ്പിൽ ഇത് കണ്ടുകിട്ടി എന്ന് പറയുന്ന ഒരു വിവരമാണോ ഉണ്ടായത്? നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും അറിയിപ്പ്? നമുക്ക് ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഈ പത്രത്തിൽ നമ്മൾ കണ്ടുവെന്നല്ലാതെ ചാനലിലും ഞാൻ കണ്ടതല്ലാതെ നമുക്കിത് സംബന്ധിച്ച് ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. അതിൻ്റെ മുൻപ് NIA മുമ്പ് NIA അറ്റാച്ച് ചെയ്തിരുന്നു. NIA അറ്റാച്ച് ചെയ്ത സമയത്തും കോളേജിലും ഫംഗ്ഷനിങ് നടക്കുന്നുണ്ട്, കൃഷി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവരെ ഇതനുസരിച്ച് പിന്നെ പുറത്തേക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ല, പിന്നെ ക്രയവിക്രയങ്ങൾ പാടില്ല, നിർമ്മാണ പ്രവർത്തനങ്ങളും നശീകരണ പ്രവർത്തനങ്ങളും പറ്റില്ല. ബാക്കി ഇതാക്കുകയാണ്. അതായത് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടായിട്ടില്ല. എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കുന്നു? പ്രവർത്തനം ഇവർക്ക് SLC കഴിഞ്ഞ കുട്ടികൾക്ക് +1 +2 ഡിഗ്രി BA BCom BCA ഈ കോഴ്സുകളാണ് നടക്കുന്നത്. അതോടൊപ്പം ഇസ്ലാമിക്സിൽ കൂടിയുള്ള ഒരു ബിരുദം നമ്മൾ അത് കോളേജിൽ ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന ബിരുദമാണ്, അതുണ്ടാകാറുണ്ട്. അത് കഴിഞ്ഞ് വൊക്കേഷണൽ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടികൾക്ക് ഇത് കഴിഞ്ഞ് പോകുമ്പോൾ 4 വൊക്കേഷണൽ കോഴ്സുകൾ അവർക്ക് കവർ ചെയ്യാം. ഇപ്പോൾ DCA ഉണ്ട്, ഗ്രാഫിക് ഡിസൈൻ ഉണ്ട്, വെബ് ഡെവലപ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഇലക്ട്രീഷ്യന്, പ്രൊഫഷണൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് അതിന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തിട്ട് അതിനനുസരിച്ച് തന്നെ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ മറ്റ് സ്കില്ലുകളുണ്ടല്ലോ, പ്രസംഗം, പ്രബന്ധം, ഡ്രൈവിങ് പരിശീലനങ്ങൾ, സ്വിമ്മിങ്, അത് ഒരു മനുഷ്യന് ആവശ്യമായ ഇതിൽ ഉണ്ടാകും. പിന്നെ സ്പോർട്സ് ഗെയിംസ് ഇതൊക്കെ സാധാരണ നടക്കുന്ന മാതിരി നടക്കാറുണ്ട്. മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതൊക്കെ ഒരു ഡിഗ്രി കഴിഞ്ഞ് പോകുമ്പോൾ ഒരാൾക്ക് ആവശ്യമായ എന്തൊക്കെ ഉണ്ടോ അത് മറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കാത്ത സ്കില്ലുകളും കൂട്ടിയിട്ട് പിന്നെ 5 കൊല്ലം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. മതപരമായ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഖുർആനിൻ്റെ ഹദീസിൻ്റെ ഫിഖ് ഉണ്ട്. അത് മറ്റ് അറബി കോളേജുകൾ, പള്ളി ദർശകൾക്ക് സാധാരണ കൊടുക്കുന്ന മാതിരി ഉള്ള ഒരു സിലബസ് തന്നെ കൊടുക്കുന്നത്. താമസിച്ച് പഠിക്കുക കുട്ടികളൊക്കെ. ഇവിടെ ഏകദേശം 170 കുട്ടികളുണ്ട്. ഇപ്പോൾ അവരൊക്കെ ഈ ഓർഫനേജ് പോലത്തെ സംവിധാനം, അത് ഹോസ്റ്റൽ പോലെ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. 5000 റുപ്പീസാണ് വാങ്ങിക്കുന്നത്. ബാക്കിയുള്ളത് മാനേജ്മെൻറ്റ് വഹിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒക്കെ ഒരു ഏകദേശം ഒരു കുട്ടിക്ക് ഒരു 10,000 റുപ്പീസ് ചിലവ് വരും. 5,000 മാത്രമുള്ള ഫീസ് ഈടാക്കും. ബാക്കി ഇവിടുത്തെ അനുഭവങ്ങൾ, പിന്നെ പേരൻസൊക്കെ തന്നെ പൈസ അധികമുള്ളവരൊക്കെ തന്നെ തരും. സാധനങ്ങളൊക്കെ ചിലപ്പോൾ സ്പോൺസറായിട്ടൊക്കെ ചില ആൾക്കാർ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ ഒത്തുപോകുക എന്നുള്ളത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രോഫിറ്റായിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു രൂപത്തിൽ ഗ്രീൻ വാലി ട്രസ്റ്റാണ്. ഗ്രീൻ വാലി ട്രസ്റ്റാണ്. ഗ്രീൻ വാലി ഫൗണ്ടേഷൻ ട്രസ്റ്റ് ആണ്. 93-ലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. വേറെ സ്ഥാപനങ്ങൾ ഇതിന് കീഴിലില്ല. ഈ NIA അന്ന് അന്വേഷിച്ചത് എന്തായിരുന്നു? ഇവിടെ വന്നിട്ട് NIA അന്വേഷിച്ച് ഇവിടെ ഫംഗ്ഷനിങ് കാര്യങ്ങൾ അന്വേഷിച്ചു. അവർക്ക് ടോട്ടൽ ഇവിടെയുള്ള സിലബസുകൾ കൈമാറി. അന്ന് പഠിച്ചു കൂടിയിരുന്ന കുട്ടികളെ, ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽ വിവരങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട്. ലൈബ്രറിയിലെ പുസ്തകങ്ങൾ, പിന്നെ വേറെ സാധനങ്ങളൊന്നുമില്ല. ഇത് കൊണ്ടുപോയിട്ടുണ്ട്. ഈ മൊബൈൽ ഇത്, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ചില സാധനങ്ങളൊക്കെ, അങ്ങനത്തെ ചില സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി. അത് തിരിച്ചു കിട്ടിയിട്ടില്ല. അന്ന് എന്ത് പറഞ്ഞിട്ടാണ് ഇത് അടച്ചു കൂട്ടിയത്? അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ പോക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം 1993 സ്ഥാപനം ഉണ്ടാണ്. അന്ന് പോപ്പുലർ ഫണ്ട് രൂപീകരിച്ചിട്ടില്ല. പോപ്പുലർ ഫണ്ട് മുമ്പത്തെ പറയുന്ന നാഷണൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് പറഞ്ഞ അതും രൂപീകരിച്ചിട്ടില്ല. പിന്നെ അന്ന് ഈ ട്രസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇല്ല. 1-2 ആൾക്കാരൊക്കെ മുമ്പുണ്ടായിട്ടുണ്ടാകുമ്പോൾ അവർ പിൽപ്പാലം ട്രസ്റ്റിൽ ആരും ഇല്ല. അതിന് എന്ന് പറഞ്ഞാൽ രൂപീകരിക്കപ്പെട്ട ആളുകളുള്ള ആൾക്കാരെല്ലാം ഇപ്പോൾ ട്രസ്റ്റിലുണ്ട്. രാഷ്ട്രീയ ബന്ധമുണ്ടോ? ഒരു രാഷ്ട്രീയ ബന്ധമില്ല. രാഷ്ട്രീയ ബന്ധമില്ല, മതപരമായ ബന്ധമില്ല. സ്വന്തമായിട്ട് ഇങ്ങനെ എഡ്യൂക്കേറ്റഡായ ജോലിയൊക്കെ ഉള്ള പല ഈ മഞ്ചേരിയിലെ ലോക്കൽ ആയിട്ട് ബന്ധമില്ല. എല്ലാവരും നമ്മൾ ഫംഗ്ഷനിങ്ങിന് വിളിക്കുന്നതിന് പലതിനും ഗസ്റ്റായിട്ടൊക്കെ തന്നെ പല വിഭാഗം ആൾക്കാരും ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ വിളിച്ചാൽ ബന്ധമുള്ളതെന്നില്ല. മുമ്പ് എക്സൈസിൻ്റെ ആൾക്കാരൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ വന്നിരുന്നു. പക്ഷേ പഞ്ചായത്തിൻ്റെ ആൾക്കാരോ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരൊന്നും ഗ്രീൻ വാലിക്കാണ് വരില്ല അറിയിട്ടില്ല. ഈ ഗ്രീൻ വാലിയെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള ഒരു പുകമറ സമൂഹത്തിലുണ്ട് എന്ന് പറയാം. കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ വരും, അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ വന്നും വരും. സാധാരണ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നതിന് ഒരു നിയന്ത്രണം ഉണ്ടാകുമല്ലോ പോലീസ് വരുമ്പോൾ. ആ നിയന്ത്രണമൊന്നും ഇവരിവിടെ പാലിക്കാറില്ല. എന്തുകൊണ്ടെന്ന് അറിയില്ല. മുമ്പെന്തോ അങ്ങനെ ഒരു ഇപ്പോൾ ഈ പള്ളിൻ്റെ സ്ട്രക്ചറിൽ തന്നെ സാധാ പള്ളിൻ്റെ സ്ട്രക്ചറല്ല അത്. അപ്പോൾ ഇവിടെ ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കും, ഇതിൻ്റെ അടിയിൽ ഈ എന്താണ് ആയുധം സൂക്ഷിക്കുന്ന സ്ഥലമാണെന്നല്ലോ അവർക്ക് ചോദിക്കാറുണ്ട്.
ഇതുപോലെ ബാത്റൂമും മറ്റേ സാധാരണ മൂത്രപ്പുരല്ലാതെ ഈ ഷേപ്പ് കാണുമ്പോൾ തന്നെ ഒരു നക്ഷത്രത്തിൻ്റെ ഷേപ്പാണ് ഈ പള്ളിയുള്ളത്. അപ്പോൾ അതൊക്കെ സാധാരണ പള്ളിയിൽ നിന്ന് വിഭിന്നമായി കാണുമ്പോൾ ആളുകൾ എന്തോ ഒരു ധാരണകൾ കുറിച്ചൊരു തെറ്റിദ്ധാരണ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ക്ലാസ്സുകളിൽ പല ആൾക്കാരും വരാറുണ്ട്. ഇതിൻ്റെ സാമൂഹിക രംഗങ്ങൾക്കുള്ള പല ആൾക്കാരും ക്ലാസ് ഞങ്ങൾ ഫംഗ്ഷനിങ് ഒക്കെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആകുന്നത്. ഈ ഫണ്ടിങ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടെന്നും ആണോ അവർ അന്വേഷിച്ചത്? അവർ അന്വേഷിച്ചിരുന്നു, പക്ഷേ അവർക്ക് റിക്കാർഡിക്കലൊന്നും കിട്ടിയിട്ടില്ല. നമ്മളൊക്കെ വളരെ കൃത്യമായിട്ട് ഇ ഡി ഒരു പ്രാവശ്യം വന്ന് ഇവിടെ കംപ്ലീറ്റ് വന്ന് റിക്കാർഡ് നോക്കി പരിശോധിച്ച് അവരൊരു ടാബ് എടുത്തുകൊണ്ടുപോയി. അത് 2 വർഷം മുമ്പാണ്, 2022 NIA കോടതി എന്ത് പറഞ്ഞാൽ ഇതിന്റെ പ്രൊസീജിയർ ശരിയില്ല. NIA കോടതി തന്നെ ഇത് അറ്റാച്ച്മെന്റ് ഒഴിവാക്കിയതാണ്. നിലവിൽ ഒരു നിയന്ത്രണമില്ല. ഈ വാർത്താക്കുറിപ്പ് എങ്ങനെ വന്നു എന്ന് അറിയാം, എങ്ങനെ വന്നു നമുക്കറിയില്ല. അതിൻ്റെ വാർത്ത നിലവിൽ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്, വേറെ പ്രയാസങ്ങളൊന്നുമില്ല. സാധാ ഫംഗ്ഷൻ്റെ മാതിരി ഇവിടെ 7:45 ക്ലാസ് തുടങ്ങും. കാരണം ഈ സിലബസുകളൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരം 4 മണിക്കാണ് ക്ലാസ് അവസാനിപ്പിക്കുക. ശരിക്കും തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള പല പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ഇപ്പോൾ ഇടക്കാലത്ത് ഇത് NIA ഒക്കെ രൂക്ഷമായ സമയത്തൊക്കെ തന്നെ അഡ്മിഷന് കുറവുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് സ്വാഭാവിക കുട്ടികളാണ് കൂടുന്നതനുസരിച്ചാണ് നമുക്ക് ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഏത് സമയത്തും ഇങ്ങനെ ഒരു ഇതുണ്ടാക്കുന്ന രൂപത്തിലായിരിക്കും പുകമറ ഉണ്ടാക്കിക്കൊണ്ട്. അത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു പുകമറ എപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നു. അത് ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള തെറ്റായ സന്ദേശം പലരിലേക്കും എത്തിക്കുന്നു. അത് സ്ഥാപനത്തിന് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം തീർക്കുന്നു എന്നാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ വ്യക്തമാക്കുന്നത്. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.